എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ നമ്മുടെ ലൂഫി അവൻ പറഞ്ഞതുപോലെ തന്നെ അവന്റെ ചേട്ടനെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവാന്റെ പൈററ്റ്സുകളാണെങ്കിൽ അങ്ങനെ ഞെട്ടലോട് കൂടെ ലൂഫിയെ നോക്കി നിൽക്കുകയാണ്. കാരണം ഇമ്പിൾ ടവർ മുതൽ അവൻ പറയുന്നതാണ് ഞാൻ എന്റെ ബ്രദറിനെ സേവ് ചെയ്യുമെന്ന്. ഇപ്പൊ അവൻ പറഞ്ഞതുപോലെ തന്നെ സേവ് ചെയ്തിരിക്കുകയാണ്. ഇവാനാണെങ്കിൽ അവന്റെ സന്തോഷം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവനിപ്പോ കരയാനായിട്ട് തുടങ്ങും. ഓരോരുത്തരായിട്ട് ലൂഫിയുടെ വിജയം അത് അവരെ കൊണ്ട് പറ്റും പോലെ എടുത്തു ചാടിയും പൊട്ടിച്ചിരിച്ചും കരഞ്ഞുമൊക്കെ വലിയ വിജയത്തെ ആഘോഷമാക്കുകയാണ്. എല്ലാവർക്കും ഉപരിയായിട്ട് നമ്മുടെ പ്രിൻസസിനായിരിക്കും ഏറ്റവും സന്തോഷം. കാരണം അവളുടെ ഭാവി ഹസ്ബൻഡ് ആള് പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ആളുടെ ബ്രദറിനെ രക്ഷിച്ചു. അവളെ കൊണ്ടാണെങ്കിൽ അവളുടെ മാക്സിമം കഴിവ് ഉപയോഗിച്ച് അവൾ ലൂഫിയെ സപ്പോർട്ടും ചെയ്തു. പക്ഷെ സോൾജിയേഴ്സ് ആണെങ്കിൽ അപ്പോഴും തോറ്റെടുക്കാൻ തയ്യാറാവില്ല. അവരൊരു കാരണവശാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവരുടെ അറ്റാക്ക് അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട എയ്സ് അവനിപ്പോ ലൂഫിയെയും നമ്പർ 3യെയും അവരെ സേഫായ ഒരു ഭാഗത്തേക്ക് മാറ്റി അവന്റെ ഫയർ പവർ അതങ്ങനെ ആഞ്ഞടിപ്പിച്ച് ആ സോൾജിയേഴ്സിനെ കത്തിയെരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് വൈറ്റ് ബേർഡിനെ കാണിക്കും. ആളുടെ മുഖത്താണെങ്കിൽ വലിയൊരു ചാരിതാർത്ഥ്യം. ആള് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലൂഫി എയ്സിനെ രക്ഷിച്ചു. എയ്സിന്റെ പവറും അവന്റെ അറ്റാക്കും പഴയ സ്ട്രെങ്ത് ഒക്കെ കാണുമ്പോൾ പപ്പ വൈറ്റ് ബേർഡിന് ഭയങ്കര അഭിമാനം. അതേസമയം സോൾജിയേഴ്സ് അവർക്കാണെങ്കിൽ എയ്സിന്റെ പവർ കണ്ട് പേടിയാവും. ഓൾറെഡി അവർക്ക് പിടികിട്ടി ലൂഫിയുടെയും വൈറ്റ് ബേർഡിന്റെയും പവർ അത് വളരെ കൂടുതലാണെന്ന്. ഈ പവറുടെ കൂടെ എയ്സും ചേർന്നിരിക്കുകയാണ്. ഇവിടെ എയ്സ് ആണെങ്കിൽ അങ്ങനെ ലൂഫിക്ക് നേരെ ടേൺ ചെയ്യും. താങ്ക് യു വെരി മച്ച്. അതിന് ലൂഫി പറയും എന്നോട് നീ താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. നീ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത് എന്റെ മാത്രം കഴിവുകൊണ്ടല്ല. വൈറ്റ് ബിയർഡ്, ഇവാൻ, നമ്പർ 3 അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിത് കഴിഞ്ഞതെന്ന് പറയുമ്പോഴേക്കും സോൾജിയേഴ്സ് അവരെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ലൂഫി ആണെങ്കിൽ അവന്റെ നേർക്ക് വന്ന ബുള്ളറ്റ്സ് അങ്ങനെ അബ്സോർബ് ചെയ്തെടുത്ത് അത് അവർക്ക് നേരെ തന്നെ തിരികെ വിടുകയാണ്. എയ്സ് ആണെങ്കിൽ ഫയർ പവറിൽ ഓരോരുത്തരെയും കത്തിക്കരിച്ചു കളയും. ഉടനെ ഒരു സോൾജിയർ ഇപ്പൊ ഒരു സ്ക്വാഡ് എടുത്ത് ലൂഫിയെ വെട്ടാനായിട്ട് ഒരുങ്ങും. അത് കണ്ട എയ്സ് ആണെങ്കിൽ ലൂഫിയുടെ തല പിടിച്ച് താഴ്ത്തി ആ സോൾജിയറിനെ ഇടിച്ച് താഴെയിടും. പിന്നീട് അവന്റെ ഫയർ പവർ ബുള്ളറ്റ് ആയിട്ട് ഉപയോഗിച്ച് അങ്ങനെ അറഞ്ചം പുറഞ്ചം വെട്ടിവെക്കുകയാണ്. അങ്ങനെ നമ്മുടെ 2 ചെക്കന്മാരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എയ്സിന് പിടികിട്ടും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പക്ഷേ അവരെ നേവിക്കാർ വീണ്ടും പിടിക്കാൻ ചാൻസ് ഉണ്ട്. അവൻ ലൂഫിയോട് പറയും ലൂഫി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, അല്ലെങ്കിൽ അപകടമാണ്. അതിന് ലൂഫിയും ഓക്കെ പറയും. അതുപോലെ തന്നെ നേവിക്കാരും ഇവിടെ ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ്. ഒരു കാരണവശാലും അവർ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. അത് നേവിക്ക് സംഭവിക്കുന്ന വലിയൊരു അപമാനമായിരിക്കും. കമോൺ എത്രയും പെട്ടെന്ന് നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്ത് അവരെ പിടിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോ ടീമായി നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് പാഞ്ഞടുക്കും. കട്ട് ചെയ്താ ഇവിടെ എയ്സ് ആണെങ്കിൽ വീണ്ടും ലൂഫിയെ തന്നെ നോക്കും. അവരിപ്പോ ചെറുപ്പത്തിലേതുപോലെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് ഉഷാറായിട്ട് ഓടി വരികയാണ്. അപ്പൊ പഴയ ചില ഓർമ്മകൾ അത് എയ്സിന്റെ മെമ്മറിയിലൂടെ കടന്നു പോവാണ്. ചെറുപ്പത്തില് നമ്മുടെ എയ്സിനെ ഒരിക്കൽ പോലും ലൂഫിക്ക് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ തവണ അവർ ഫൈറ്റ് ചെയ്യുമ്പോഴും ലൂഫി അവൻ ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ചെറുപ്പത്തിലെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ആലോചിച്ച് അവർ ഓടി വരുമ്പോഴായിരിക്കും ആ അവക്കിജി അവൻ വലിയൊരു ടീമായിട്ട് ഇപ്പോ നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് വരിക. എയ്സ് ആണെങ്കിൽ ലൂഫിയെ പുറകിലേക്ക് മാറ്റും. ഉടനെ ലൂഫി ആണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ പോവും. അതേസമയം എയ്സ് ആളുടെ ഫയർ പവർ എടുത്ത് നിൽക്കും. ഇവിടെ അവക്കിജി ആളുടെ ഐസ് പവർ എടുത്തും ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അടുത്ത നിമിഷം ഫയറും ഐസും അത് രണ്ടും ഏറ്റുമുട്ടുകയാണ്. വലിയൊരു ഭൂകമ്പം തന്നെ അവിടെ ഉണ്ടാവും. അണുവിട വിട്ടുകൊടുക്കാതെ ഇപ്പൊ നമ്മുടെ എയ്സ് ആണെങ്കിൽ അവക്കിജിയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ബഗ്ഗിയെ കാണിക്കും. ബഗ്ഗിക്കാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് ജനങ്ങളുടെ അറ്റൻഷൻ അവന് നേടിയെടുത്തേ പറ്റൂ. അപ്പോഴായിരിക്കും അവനൊരു ബുദ്ധി വിളിച്ചുണ്ടാവുക. ഓൾറെഡി വൈറ്റ് ബേർഡ് തകർന്ന് നിൽക്കുകയാണ്. ഈ ഗ്യാപ്പില് വൈറ്റ് ബേർഡിനെ കൊന്നു കളയുകയാണെങ്കിൽ എല്ലാവരുടെ മുൻപില് അവനായിരിക്കും സൂപ്പർ ഹീറോ. സോ ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് അവൻ റെഡിയാവും. കട്ട് ചെയ്താ ഇപ്പൊ നമ്പർ 3യെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ വീണ വീഴ്ചയില് എഴുന്നേക്കാനായിട്ട് പറ്റില്ല. ലൂഫി എയ്സും ഓടിപ്പോകുന്നത് അവൻ കാണും. അവൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ആ നേവി സോൾജിയേഴ്സ് അവനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് വൈറ്റ് ബേർഡിന്റെ കപ്പല് അതങ്ങനെ പെഡൽ ചെയ്ത് ലൂഫിയുടെയും എയ്സിന്റെയും മുൻപിലേക്ക് വരും. ആ കപ്പലുമായിട്ട് അവിടേക്ക് വന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ സ്ക്വാഡ് ആണെങ്കിൽ ഒരു നിമിഷം അവന്റെ പപ്പയോട്
വീണ്ടും മാപ്പ് പറയുകയാണ്. ഞാൻ എൻ്റെ പപ്പയെ തെറ്റിദ്ധരിച്ചു. ഒരു കാരണവശാലും വിശ്വസിക്കാനായിട്ട് പാടില്ലാത്ത ആ നേവിക്കാർ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ അദ്ദേഹത്തെ തന്നെ തള്ളി പറഞ്ഞ് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ സ്ക്വാഡ് കുത്തിയിറക്കി. ഞാൻ ആക്ച്വലി വലിയൊരു പാപിയാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്ത് ആ തെറ്റ് തിരുത്തണം. ഇതാണ് അതിന് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ടീംമേറ്റ്സിനോടും മാപ്പ് പറയും. അതിനവര് പറയും, ക്യാപ്റ്റൻ, നിങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് ക്യാപ്റ്റൻ തന്നെയാണ്. തെറ്റ് എല്ലാവർക്കും സംഭവിക്കാം. അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ തിരുത്താൻ തയ്യാറായതാണ് ഏറ്റവും നല്ല കാര്യം. ഞങ്ങൾക്കൊരിക്കലും നിങ്ങൾ ഞങ്ങളുടെ ക്യാപ്റ്റൻ അല്ലാതാവില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും അത് കേൾക്കാനും ചെയ്യാനും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങൾ. മരണം വരെ അത് ഞങ്ങൾ ചെയ്തിരിക്കും. ഉടനെ സ്ക്വാഡിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷമായി. അവന്റെ ടീംമേറ്റ്സിനെയും കൂട്ടി എയ്സിനെ രക്ഷിക്കാൻ അവന്റെ അടുത്തേക്ക് പോകും. ആർക്കോ ആണെങ്കിൽ ഇപ്പോ സ്ക്വാഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ തലയ്ക്ക് കൈ കൊടുക്കും. അവൻ നിലവിളിച്ചു പറയും, സ്ക്വാഡ്, ദയവ് ചെയ്ത് നീ മണ്ടത്തരൊന്നും കാണിക്കരുത്. നീയും ആ നേവിക്കാരുടെ കയ്യില് പെട്ടുപോവാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയെങ്കിലും നിന്റെ ടീംമേറ്റ്സുമായിട്ട് അവിടുന്ന് കടന്നു പോകും. ഞാനടക്കം നമ്മുടെ പല കമാൻഡേഴ്സിനെയും അവർ ഇതിനോടകം ലോക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ സ്ക്വാഡ് ആണെങ്കിൽ അവൻ മുൻപോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാനായി തയ്യാറാവില്ല. അവനും ടീമും മുൻപിലേക്ക് തന്നെ കുതിച്ചു പായും. സ്ക്വാഡ് ആണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് അത് ഉറപ്പായാലും ഞാൻ തിരുത്തുന്നു പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ഒപ്പം പോലും പ്രതീക്ഷിക്കാതെ ആരോ ആ കപ്പല് അങ്ങനെ തടഞ്ഞു നിർത്തുക. ആ വലിയ ഫോഴ്സില് കപ്പലിന്റെ ടയർ അതങ്ങനെ നിരങ്ങി കറങ്ങും. സ്ക്വാഡും പൈററ്റ്സും അതാരാണെന്ന് നോക്കും. മറ്റാരുമല്ല, സാക്ഷാൽ വൈറ്റ് ബിയേർഡ് തന്നെ. വൈറ്റ് ബിയേർഡ് അങ്ങനെ കണ്ണുരുട്ടി ഇപ്പൊ സ്ക്വാഡിനെ നോക്കുകയാണ്. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന്. സ്വന്തം പാരന്റിന്റെ മുൻപിൽ നിന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നത് കാണാൻ വലിയ രസമൊന്നുമില്ല. അത് വലിയൊരു ഹാർട്ട് ബ്രേക്കിംഗ് തന്നെയാണ്. എനിക്കിനി അത്തരത്തിലൊരു ഹാർട്ട് ബ്രേക്കിംഗ് താങ്ങാനുള്ള ശേഷിയില്ല. നീ എന്നെങ്കിലും എന്നെക്കുറിച്ചും നിന്റെ കൂടെയുള്ളവരെ കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടോ? നീ ചെറിയൊരു കത്തിയെടുത്ത് കുത്തിയെന്ന് കരുതി എനിക്കൊന്നും സംഭവിക്കാനില്ല. മരിക്കണം എന്നത് വിധിയാണെങ്കിൽ ആരൊക്കെ തടഞ്ഞാലും അത് സംഭവിച്ചിരിക്കും. ഓവർ സ്മാർട്ടായി പറയുന്നതൊന്നും കേൾക്കാതെ നീ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കും നിനക്കുമായിരിക്കും. സ്ക്വാഡ് ആണെങ്കിൽ അതെല്ലാം കേട്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും വലിയ വലിയ മണ്ടത്തരങ്ങളാണല്ലോ എന്നോർത്ത് വീണ്ടും അവൻ ഒരുപാട് കുറ്റബോധം തോന്നും. ഉടനെ വൈറ്റ് ബിയേർഡ് ആണെങ്കിൽ ആളുടെ എല്ലാ പൈററ്റ്സുകളെയും അവിടേക്ക് വിളിച്ചു വരുത്തും. നമ്മൾ ഇവിടേക്ക് വന്നത് എയ്സിനെ രക്ഷപ്പെടുത്താനാണ്. അവനിപ്പോ രക്ഷപ്പെട്ട് കഴിഞ്ഞു. സോ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് വന്നതിലും സ്പീഡിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് വൈറ്റ് ബിയേർഡ് പറയും. ഞാൻ നിങ്ങൾക്ക് അവസാനമായിട്ടൊരു കമാൻഡ് തരാൻ പോവുകയാണ്. അത് കേട്ട് പൈററ്റ്സ് ഷോക്കാവും. അവസാനമായിട്ടോ? ഡാഡി എന്താ അങ്ങനെ പറഞ്ഞെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് അവർ പരസ്പരം നോക്കും. ഉടനെ വൈറ്റ് ബിയേർഡ് പറയും, ഇവിടെ വെച്ച് നിങ്ങളും ഞാനും രണ്ടു വഴിയെ പിരിയാൻ പോവുകയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ന്യൂ വേൾഡിലേക്ക് എത്തിച്ചേരണം. അതിന് അവര് തീർത്തു പറയും, ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങളുടെ പപ്പയെ വിട്ട് ഞങ്ങൾ എവിടേക്കും ഇല്ല. അതിന് വൈറ്റ് ബിയേർഡ് പറയും, ന്യൂ പൈലറ്റ് എറായില് എനിക്കിനി സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈ ചുരുട്ടി മുകളിൽ ആഞ്ഞെട്ടിക്കും. ഇടിയുടെ പവറില് അവിടെ മുഴുവൻ അങ്ങനെ ഇളകി മറിയാണ്. നേവി സോൾജിയേഴ്സ് സ്കൈയിൽ പറന്നു നടക്കും. വൈറ്റ് ബിയേർഡ് ആണെങ്കിൽ ഈ ഒരു ഗ്യാപ്പില് അവരോട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറയും. അവരാണെങ്കിൽ പപ്പ തന്നെ വിളിച്ച് വൈറ്റ് ബിയേർഡിന്റെ പിന്നാലെ പോവും. പക്ഷെ വൈറ്റ് ബിയേർഡ് പറയും, ന്യൂ വേൾഡിന്റെ എറ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെ രക്ഷപ്പെടുത്തി അവിടേക്ക് ഞാൻ അയക്കും. എന്റെ ലൈഫ് അതിവിടെ വെച്ച് തീരുകയാണെന്ന് പറഞ്ഞ് ആളിപ്പോ ആ നേവിയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വൈറ്റ് ബിയേർഡ് ആണെങ്കിൽ ഇപ്പൊ ഓൾഡ് പൈററ്റ് എറ അതാരൊക്കെയാണെന്ന് ആലോചിക്കും. വർഷങ്ങൾക്ക് മുൻപ് അവരെത്ര ഹാപ്പി ആയിട്ട് കടലിൽ സ്പെൻഡ് ചെയ്തു, എങ്ങനെയൊക്കെയാണ് അവരുടെ ലൈഫ് പോയിരുന്നത്, അതെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് മനസ്സിലേക്ക് വരും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആക്ച്വലി നമ്മുടെ വൈറ്റ് ബിയേർഡിന്റെ നല്ല പ്രായം. അന്ന് വൈറ്റ് ബിയേർഡ് ആ കടൽ ഭരിച്ചിരുന്ന ഒരു വലിയ പൈറട്ടായിരുന്നു. വൈറ്റ് ബിയേർഡിന് കടലിൽ വെച്ച് വലിയൊരു നിധി അത് കണ്ടെത്താനായി. വൈറ്റ് ബിയേർഡ് ആ പഴയ മെമ്മറീസ് എല്ലാം ആലോചിച്ച് നിലവിളിച്ച് ഒച്ചത്തില് നേവി സോൾജിയേഴ്സിനോട് പറയും, ഇപ്പോ ഇവിടെ വെച്ച് നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതോടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.